ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ തൈപ്പൂയമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നടത്തുന്ന പല ആചാരങ്ങളും നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവും. ഇത് കാണുന്നത് എന്തെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ പൂജപ്പുര അമ്പലത്തിലെ ഒരു ആചാര അനുഷ്ഠാനമാണ് ശൂലം കുത്തിയെടുക്കൽ. അങ്ങനെയൊക്കെയാണ്. കണ്ടോ ഗൈസ്, ശൂലം എടുത്തുനിന്ന് ആണും പെണ്ണും ഒന്നുമില്ല, എല്ലാവരും എടുക്കും. ആ കാഴ്ചയാണ് ഈ വീഡിയോ കാണുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ മൈപ്പിൽ കുത്തിവെച്ച് തുടങ്ങും. സത്യം അതല്ല ഗായ്സ്, നമ്മുടെ പുറത്ത് ഇത് കമ്പി കൊണ്ട് കുത്തിക്കയറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു രൂപമാവുന്നത്. എന്നിട്ട് ശൂലം കുത്തും. അത് അങ്ങനെ കുറേ ഒരുങ്ങിയവരൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ. നമ്മുടെ രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാവടിയും പാൽക്കാവടിയും കുറേ ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ചെണ്ടമേളമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാംസത്തിൽ കുത്തി വെച്ചിട്ട് വലിച്ചോണ്ട് പോകുന്നത്. കണ്ടോ ഗായ്സ്, എത്ര ദൈനികരമായ കാഴ്ചയാണ്. കണ്ടോ, കൊച്ചുങ്ങളെ ഇതിനകത്ത് വെച്ചിട്ട് അമ്പലത്തിൽ ദാനം ചെയ്യാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. അത് പിന്നെ നമ്മൾ ഇതുവരെ ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ ശൂലം കുത്തി എടുക്കുന്നവർ അലറാൻ തുടങ്ങും. കാരണം അവർ 45 ദിവസത്തെ വ്രതമൊക്കെ എടുക്കുമ്പോൾ അവർ ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്. ഇത് മുള്ളാണി കിടത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഗായ്സ്. കണ്ടോ, അടുത്തത് നമ്മുടെ കാലയെ മുള്ളാണി തറപ്പിച്ച് കയറ്റുന്ന കാഴ്ചയാണ് ഗായ്സ്. നമ്മൾ ചോര വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭസ്മം ഇടാറുണ്ട്. ഇതിനേക്കാളും വലിയ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് 8 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയതാണ്. ഈ ചേട്ടൻ കിടന്ന് ബഹളം വെക്കുന്ന കണ്ടോ ഗായ്സ്. ഈ ചേട്ടന് അനുഗ്രഹം കിട്ടിയതാണ്. ഇനി ശൂലം കുത്താൻ പോവുകയാണ്. കണ്ടോ ഗായ്സ്. ഇത് മാംസത്തിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന കാഴ്ചയാണ് ഗായ്സ്. കണ്ടോ, എന്ത് വിഷമം നിറഞ്ഞ കാഴ്ച ഇതാണ്. ഇപ്പം അമ്പലത്തിൽ കയറിയിട്ട് ശൂല ഊരുന്ന കാഴ്ചയാണ് ഗായ്സ്. എല്ലാവരും അലറുന്നു. കണ്ടിട്ട് തന്നെ നമുക്ക് വിഷമം തോന്നും ഭയങ്കരമായിട്ട്. നിങ്ങൾ തന്നെ ഈ കാഴ്ച ഒന്ന് നേരിട്ട് കണ്ടു നോക്കണം. അതുപോലെ ശൂല ഊരിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ സാധിക്കില്ല. നമ്മൾ ചോര വീരുമെന്ന് പറഞ്ഞ് നമുക്കിനി വീട്ടിൽ പോയി കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ, ശുദ്ധിയായിട്ട്. ഇത് കണ്ടോ ഗായ്സ്, തിളച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ വെള്ളത്തിനകത്ത് വേപ്പലയിട്ട് അടിക്കുന്ന കാഴ്ചയാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടി കുടയും കൊണ്ടാണ് നിൽക്കുന്നത്. കണ്ടോ ഗായ്സ്, നട്ടു വെയിലത്ത് 1:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഗായ്സ് ഈ കാഴ്ച